ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ആരോമലിന് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇത്രയും നാൾ പഠിച്ചതിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് അല്ലേടാ. 10ന്റെ റിസൾട്ട് ഇന്ന് 3 മണിയാകുമ്പോൾ വരും. എന്താണ് ഫുൾ എ പ്ലസ് ഒന്നും കാണൂല, ജയിക്കും ഗൈസ്. ഫുൾ ആയും കിട്ടുമെന്ന് ഞാൻ പറയണില്ല. എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ഒക്കെ കിട്ടുമായിരിക്കും, ബി ഒക്കെ കിട്ടും. എക്സാം എങ്ങനെ എളുപ്പമുണ്ടായിരുന്നു? ഏതാ ഏറ്റവും കൂടുതൽ പാടായിരുന്നു എക്സാം? പാട് മാത്സ്, ബാക്കിയൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ മാത്സിന്റെ നമ്മൾ സെപ്പറേറ്റ് നോക്കുന്നതായിരിക്കും, പാടായിട്ടുള്ളതായിരുന്നു. അപ്പൊ ടൈം ഇപ്പോൾ 3 മണിയായി. നമ്മൾ ആരോമലിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നീ വെയിറ്റിംഗ് ആണോ? എന്തിന്? ഓക്കെ, ഇപ്പൊ ഇവന്റെ അമ്മ ഇവിടെ തുടുപ്പുമായിട്ട് വരും. അതിനുമ്പ് നമുക്ക് നോക്കണം, റിസൾട്ട് നോക്കണം. പാസ്സായാ മതിയായിരുന്നു. സോറി ഗൈസ്, നമുക്ക് 3 മണിക്ക് ഇവര് പറഞ്ഞാൽ മന്ത്രിമാരെ പോലെ തന്നെയാണ് 4 മണിക്ക് വരുള്ളൂ. 4 മണിക്ക് പബ്ലിഷ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടോ? നല്ല രീതിക്ക് ഉണ്ട്. 1 മണിക്കൂർ എനിക്ക് സ്വസ്ഥത ഉണ്ട് ഗൈസ്. സ്വസ്ഥത ഇല്ലാന്ന് പറടാ. സ്വസ്ഥത ഉണ്ട്. ഇല്ലടാ, അതെങ്ങനെയാണ്? 1 മണിക്കൂർ എനിക്ക് സ്വസ്ഥത ആയിട്ടിരിക്കാം. 4 മണിക്കല്ലേ വരുള്ളൂ. അതിന് പൊട്ടിയ ഞാൻ തീർന്നു. നിങ്ങൾക്ക് മഞ്ഞ ലഡു ആച്ചാൽ ആന ലഡു. യെസ് ഗൈസ്, എവന്റെ ഭരണത്തില് ഞാൻ ചെലവ് ചെയ്യും. നിന്റെ പണത്തിൽ ഞാൻ ചെലവ് ചെയ്യും. നിന്റെ പണത്തില്. ഓക്കെ, അപ്പൊ 4 മണിക്ക് നമുക്ക് നോക്കാം. പേടിക്കണ്ട, തോക്കും. സോ ഗൈസ്, 4,27,105 പേരാണ് നമ്മൾ SLC എക്സാം എഴുതിയത്. അതായത് വിജയം എന്ന് പറയുന്നത് 99.65%. അതായത് തോറ്റവരെന്ന് പറയുന്നത് 0.35% എന്ന് പറഞ്ഞാൽ 14,945 ആണ് തോറ്റവര്. നീ ഉണ്ടോ അതിൽ? രണ്ടിലും കൂടി അങ്ങനെ കാണണ. പിന്നെ മന്ത്രി ശിവൻകുട്ടി ആയതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട് നിനക്ക്. കാരണം ഈ പൊട്ടൻ ജയിച്ചു. ഇവൻ ജയിച്ചത് കൊണ്ട് എന്തായാലും ഇവൻ ജയിക്കും. ഓക്കെ, 4 മണിയാവുമ്പോൾ കുറച്ച് സമയം കൂടി ഉള്ളൂ. നമുക്ക് റിസൾട്ട് കണ്ടിട്ട് ബാക്കി വിഷമിക്കണോ ചിരിക്കണോ എന്നുള്ളത് അപ്പോഴും മുഖം വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഗൈസ്, ഇവന് ആരോമൽ എന്നല്ല ഇവന്റെ ഒറിജിനൽ പേര്, യദു കൃഷ്ണൻ BS എന്ന്. അത് എനിക്ക് ഇപ്പോഴാണ് അറിയാന്നുള്ളത്. പക്ഷെ എനിക്ക് ആരോമൽ എന്ന് വിളിക്കുന്നതിന് ഇഷ്ടം. ആരോമലേ ഇപ്പൊ വാങ്ങിക്കാ, നമുക്ക് നോക്കാം. രജിസ്റ്റർ നമ്പർ ഞാൻ അടിക്കാൻ പോവാണ് ഗൈസ്. 2008 നീ പറഞ്ഞത് എന്റെ ബർത്ത്ഡേ വരാൻ പാടുണ്ടായിരുന്നു പറഞ്ഞ മാത്സ്. ചേട്ടൻ ടെൻഷൻ അടിപ്പിക്കാതാട്ടാ. 3 തോറ്റിരുന്നു. 3 ചേട്ടൻ ടെൻഷൻ അടിപ്പിക്കാതാട്ടാ. മാത്സ്, ഫിസിക്സ്, സോഷ്യൽ സയൻസ്, ഇത് 3 പാടായിരുന്നു എനിക്ക്. ഓ ചേട്ടാ, ടെൻഷൻ കാണിച്ചാട്ടാ. നീ എന്തിനു പഠിക്കാൻ പോയതിനാണ്? നീ എന്തിനു പഠിക്കാൻ പോയത്? എന്തിനു പഠിക്കാൻ പോയത്? എന്റെ അമ്മ ഇങ്ങനെ ചെയ്യൂല. നിങ്ങളത് കെമിസ്ട്രി E, മാത്സ് E+. ചേട്ടൻ ടെൻഷൻ അടിപ്പിക്കാതെ കാണിച്ചാട്ട. ആകെ ഒരു A ഉള്ളത് IT. നിനക്ക് കിട്ടില്ലല്ലോ. 4 പാടാ. ഇംഗ്ലീഷും പോയി കിടക്കണ്. എന്തിനു പഠിക്കാൻ പോയത്? ആരോമലിന് 1 Aയും 5 B, 1 B+, 1 B+, 2 C+. എന്തായാലും ഇവനേക്കാളും മാർക്കുണ്ട് അവന്. ചത്ത് പഠിച്ചോടാ. മാത്തമാറ്റിക്സിന് B. ഇത്ര പാടെന്ന് പറഞ്ഞിട്ട് ഇതാണ് നിനക്ക് പാടെന്ന് പറഞ്ഞേ? നീ തലയിൽ ഒരു മാത്സ് കൊണ്ട് കിടക്കുന്ന ഒരു ഐൻസ്റ്റീനാ നീ. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം. ചക്കക്കുരുവിന്റെ ഫോർമുല പറഞ്ഞേ. ബയോളജിക്ക് B. ബയോളജിക്ക് B. അത് 9ാമത്തെ ചാപ്റ്റർ ഇതിന്റെ 10 പഠിക്കടാ. പോ. എനിക്ക് BA കിട്ടിയുള്ളൂ. ഇവിടെ ഒരുത്ത A+ മാറ്റി വെച്ചാ. ഇനി ബയോളജിക്ക് അവനില്ല, അവന് C+ അതില്. ആരോമൽ പാസ്സായിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. താങ്കു. അല്ലെ അടുത്ത് ഇനി എന്തെടുക്കാനാ താല്പര്യം? +1 ഈ മാർക്ക് വെച്ച് എനിക്ക് തോന്നുന്നു സയൻസ് ബെറ്റർ ആയി. ബയോമാക്സ് എടുത്ത് നമുക്ക് MBBS പാസ് എടുത്ത് അങ്ങനെ പോവാം. എന്തെങ്കിലും നോക്കാം. എന്നാലും പറ, എന്താണ് ആഗ്രഹം? എന്താവണമെന്നാണ് ആഗ്രഹം?
പറ. ചുമ്മാ അവന്റെ അടുത്ത് ചോദിക്കുമ്പോ നീ എന്തിനാണ് പറയണ? അനാവശ്യ കൗണ്ടാണ്. ഇപ്പൊ ഇവിടെ വാ കഴിക്കണില്ല എന്തോ. കമ്പ്യൂട്ടർ സയൻസ് എടുത്താലോ? വേണ്ട. അല്ല നിന്റെ അംബിഷൻ പറ, ഭാവിയിൽ എന്താവണമെന്നുള്ള. മെക്കാനിക് എഞ്ചിനീയർ. ഇത് ആര് പഠിപ്പിച്ചെന്ന് ഇത്ര കഷ്ടപ്പെട്ട്? വേണ്ട, കയ്യിലെഴുതി വല്ലതും വെച്ചിക്കണ നോക്കിട്ട്. കാര്യം എനിക്ക് മെക്കാനിക്കിന് ഭയങ്കര ഇഷ്ടമാണ്. മെക്കാനിക് നീ ഉദ്ദേശിക്കുമ്പോഴത്തെ മെക്കാനിക്കൽ അല്ല അത്. എനിക്ക് വണ്ടിയൊക്കെ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഇതെല്ലാം പാസ് ആവണം. എന്റെ അനിയടുത്ത് വെച്ചാൽ ബയോളജി മാത്സ് ആണ് അവൻ എടുത്തേക്കുന്നത്. എന്തിനെടുത്തേന്ന് അവനെന്റെ അറിവില്ല. അതേ അവസ്ഥയായിപ്പോ ഞാൻ 10 പാസ്സായപ്പോൾ കമ്പ്യൂട്ടർ ഇട്ടാൻ വേണ്ടി കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. എന്നിട്ട് അത് പഠിക്കാൻ പോയിരുന്നപ്പോൾ ആദ്യ ദിവസം തന്നെ ഭയങ്കര കണക്കൊക്കെയാണ്. ട്യൂഷന് പോയി, നേരത്തെ ട്യൂഷന് പോയി കണക്ക്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് കലിപ്പിനെ എഴുതണം. അപ്പോൾ അവിടുത്തെ ടീച്ചർ ട്യൂഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ തുറല്ലേ ഫുൾ പ്രോബ്ലം. അപ്പോൾ ഞാൻ ചെന്ന് കണക്കായിരിക്കുന്നു. അവിടെ ടീച്ചർ അല്ലേ നാളെ വരുമ്പോൾ ഈ ഫിസിക്സിന്റെ ആൻസർ എഴുതിക്കൊണ്ട് പറഞ്ഞത്. അന്ന് നിർത്തി ഈ പരിപാടി. ഞാൻ അന്ന് എന്നെ മാറ്റി ഞാൻ കൊമേഴ്സ് ആക്കി. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അല്ല നിന്റെ ഇഷ്ടം, നീ ഇഷ്ടമുള്ള എടുത്ത് പഠിച്ച് എന്താന്ന് വെച്ചാൽ വലിയ കുട്ടിയാവും കേട്ടോ. നീ ഏതെടുത്തേ? പ്ലസ് ഏത് സബ്ജക്ട് എടുത്തേ? ഹ്യൂമാനിറ്റീസ്. അപ്പൊ ഞാൻ അതെടുക്കൂല. മമ്മി വിളിക്കുന്നു. ആരോല്ല മമ്മി വിളിക്കുന്നു. നമുക്ക് ചോദിക്കാം. ഹലോ. ആ ജയിച്ചി. എനിക്ക് വലിയ ദൈവമേ എങ്ങനെ സാധിച്ചു? അമ്മ സ്പീക്കറിലാണ് വ്ളോഗ്. എടാ ആരോമല ഇതെങ്ങനെ സാധിച്ചു? എങ്ങനെ സാധിച്ച്? ആന്റി ഇത് എവന്റെ നമ്പർ അല്ല. മക്കളെ വേറെ മനുഷ്യന്മാരെ നമുക്കെന്റെ സത്യം അറിയുള്ളൂ. ആരോടും പറയണ്ട. വ്ളോഗ് ഇത് സ്പീക്കറാണ് മോള്. ഓ ശരി ശരി. ലഡുവാക്കിയ പൈസ എടുത്ത് വെച്ചാൽ ഇപ്പൊ അങ്ങോട്ട് വരും. പൈസ എടുത്ത് വരും. ഇനി ആരോമലിന്റെ ചെലവാണ് നമ്മൾ എന്താ മേടിച്ചത്? പച്ചിന്റെ 2 ലഡു അച്ഛനും പിച്ച് തിന്നി വാ. പപ്സ് അച്ഛനും വാ. ചായ എല്ലാം അച്ഛനും വാ. അവിടെ ചെന്നിട്ട് അഴുക്ക് പരിപാടി ആണെങ്കിൽ ഇടിക്കും ഞാൻ. പൈസ വല്ല കിട്ടുമോ നോക്കട്ടെ ആദ്യം. സോ ഗൈസ് എന്തായാലും ആരോമൽ പാസ്സായിരിക്കുകയാണ്. സന്തോഷം. എന്റെ കൂടെ നിന്ന് ഒരുത്തനും തൊലഞ്ഞില്ലല്ലോ. അനിയും ജയിച്ചു. എന്തിനു വാച്ച് തരണ? എന്തൊരു വാച്ച് വേണം? എത്ര വാച്ച് വേണം? എന്തിനു വാങ്ങിച്ചു തരണ പറ. അത് നീ ഇപ്പൊ ലഡു വാങ്ങിച്ചിട്ട് വാ. ലഡു വാച്ചരാ വാ. അടിച്ചാ ജയിക്കും. ലഡുവാ പപ്സില്ലേ? ഓരോ പീസ് കേക്ക് ഉണ്ട്, അത് വെച്ചാണ്. അവിടെ ഡ്രീം കേക്ക് നമ്മളിതുവരെ കഴിച്ചു. ഡ്രീം കേക്ക് വാങ്ങിച്ചു ചെയ്യും. സാറ് പഠിപ്പിച്ചിട്ടുണ്ടാ? ഏത് മാത്സ് അല്ലേ ഇംഗ്ലീഷാ? സാറാണ് പഠിപ്പിച്ചതല്ലേ 10ല്? സന്തോഷല്ലേ പേര്? എന്താ സാറ്? കൺഗ്രാറ്റുലേഷൻസ്. അത് മാത്രമല്ല ചെലവ് ചെയ്യാൻ പറയാത്തത് 10 ചേച്ചിയാണ്. അനിയൻ ജയിച്ചു. ചെലവി അനിയന് കൊറേ അനിയനെന്നും പറഞ്ഞോണ്ട് ഒരു ലഡു ലഡു കുഴപ്പമില്ല. എനിക്കൂടാ ഞാനും ചോദിക്കല്ലേ. നീ നാളെ തോക്കുമ്പോ നിനക്ക് എന്ത് മിക്സ് ചെയ്യാത്ത. അങ്ങനെ നമ്മൾ ആരോമലിന്റെ വിജയം നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ്.